സെമിനാരി കാലം മുതൽ എറണാകുളം ലൈൻ അല്ലെങ്കിൽ സഭാവിരുദ്ധ ശൈലിക്കുടമയായിരുന്നു പാമ്പ്ലാനി എന്ന് വട്ടോളി അച്ഛൻ വ്യക്തമാക്കുന്നു. പിന്നീട് സഭയിൽ അധികാരം ലഭിക്കണമെങ്കിൽ ഔദ്യോഗിക പക്ഷത്തിന്റെ പ്രീതി പറ്റുവാൻ ഭൗതികമായി അവരോടൊപ്പം ചേർന്നു. മാർ ജോർജ് ആലഞ്ചേരി പിതാവിന്റെ കാലത്ത് അദ്ദേഹത്തെ സ്വാധീനിച്ച് തലശ്ശേരി സഹായമെത്രാനായി. അധികം വൈകാതെ മാർ ഞെരളക്കാട്ട് പിതാവ് ഒഴിയുന്ന സമയത്ത് മറ്റു സീനിയർ മെത്രാന്മാരെ വളരെ ഭംഗിയായി വെട്ടിമാറ്റി ആർച്ച് ബിഷപ്പ് ആയി. അവിടെയും മാർ ആലഞ്ചേരിയുടെ സഹായം ഉണ്ടായിരുന്നു. അദ്ദേഹം ആർച്ച് ബിഷപ്പായത് മലബാർ ലാറ്റിൻ വിഭാഗത്തിന് വലിയ താല്പര്യമില്ലെന്ന് പല മെത്രാന്മാരും പറയാറുണ്ട്. എന്നാൽ പിന്നീട് സഭയിൽ പാമ്പ്ലാനി യുഗത്തിന് തുടക്കമായി. സഭാകൂരിയയിൽ അടക്കം തന്റെ വിശ്വസ്തരെ നിയമിച്ചു, വലിയ സ്വാധീനം ഉറപ്പിച്ചു. അതിനിടയിൽ വീണ്ടും തന്റെ പഴയ എറണാകുളം നിലപാട് പല രീതിയിലും പുറത്തു വരാൻ തുടങ്ങി. വിമത വിഭാഗവുമായി ചേർന്ന് തന്നെ താനാക്കിയ മാർ ആലഞ്ചേരി പിതാവിനെ തന്നെ അട്ടിമറിയിലൂടെ സ്ഥാനത്തു നിന്നും നീക്കിയതോടുകൂടി മെത്രാന്മാർക്കിടയിൽ സ്വാധീനം ഉറപ്പിച്ചു. ആവശ്യത്തിന് വിമതരുടെയും ബാഹ്യശക്തികളുടെയും പണവും സ്വാധീനവും ഉൾപ്പെടെ ഉപയോഗിച്ച് നിർഗുണനും ദുർബലനുമായ മാർ തട്ടിലിനെ സഭാതലവനാക്കിയതിൽ ഉപജാപക വേഷവും കെട്ടി. സഭാതലവനാകണമെങ്കിൽ പ്രായപരിധി പ്രശ്നമായതാണ്. എങ്കിലും അദ്ദേഹത്തിന്റെ മുഖത്ത് ആ നീരസം കാണാമായിരുന്നു. തുടർന്ന് ആക്ടിംഗ് സഭാതലവൻ മേജർ ആർച്ച് ബിഷപ്പ് റോൾ ഇപ്പോൾ വളരെ ഭംഗിയായി തന്റെ ഉപജാപക സംഘത്തെ ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്നു. ചതിയുടെയും വഞ്ചനയുടെയും ഒരുപാട് കഥകളിലെ നായകനും വിമത വിഭാഗത്തിന്റെ പ്രിയപ്പെട്ടവനുമായ അദ്ദേഹം ഇപ്പോൾ അവർക്ക് വേണ്ടി വിടുപണി ചെയ്ത് അവസാന ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം അരമനയിൽ സഭാവിശ്വാസികൾ ഇരച്ചു കയറിയത്. അതോടെ അദ്ദേഹത്തിന്റെ സ്വപ്ന പദ്ധതികൾ പൊളിയും എന്ന സാഹചര്യത്തിലാണുള്ളത്. മെയ് 11 മുതൽ സമവായം എന്ന രീതിയിൽ ഒരു സിനഡ് കുർബാന നടപ്പിലാക്കുകയും വിമത കേസുകൾ അവസാനിപ്പിച്ചുകൊണ്ടും കൂരിയ അടക്കം പുനഃസംഘടിപ്പിക്കാനായിരുന്നു നീക്കം. എന്നാൽ ആ പാളി നീക്കം വീണ്ടും നടപ്പിലാക്കാൻ തന്റെ വിമതർ അടക്കമുള്ള സർവ്വസൈന്യത്തെയും ഉപയോഗിച്ച് സോഷ്യൽ മീഡിയ വഴി വെട്ടുക്കിളി ആക്രമണം നടത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ജൂൺ മാസത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും നടപ്പിലാക്കി സർക്കുലർ ഇറക്കി സ്ഥലം കാലിയാക്കാനാണ് ഇപ്പോഴത്തെ പദ്ധതി. മാർ പാമ്പ്ലാനി പോവുകയും പുതിയ കൂരിയ അതിരൂപതയിൽ വരികയും സഭാ ആസ്ഥാനത്ത് തട്ടിലിനെ കാണാൻ അനുമതി കിട്ടാതെ വരുമ്പോൾ സഭാനുകൂലികൾ താനെ കളമൊഴിയുമെന്നാണ് കണക്കുകൂട്ടൽ. മുതിർന്ന മെത്രാന്മാരടക്കം എല്ലാവരും മൗനം പാലിച്ച് സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന നിലയിൽ പോകുമ്പോൾ ഇങ്ങനെയെല്ലാം നടക്കുക സ്വാഭാവികം. ചുരുക്കത്തിൽ മാർ പാമ്പ്ലാനിയും സംഘവും സഭയിൽ കടും വെട്ടിന് ഒരുങ്ങുകയാണ്. എങ്കിലും പറയട്ടെ, അട്ടിമറിച്ചവനും ഒരു നാൾ അട്ടിമറിക്കപ്പെടും. അത് കാലത്തിന്റെ കാവ്യനീതിയാണ്.